ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 10ാം ക്ലാസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. നമ്മളുടെ ഈ പഠന കാലഘട്ടത്തിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് 10ാം ക്ലാസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 1 മുതൽ 10 വരെ 10 കൊല്ലത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ, 10 കൊല്ലത്തോളം നമ്മൾ ഓരോ കൊല്ലത്തിലും കഷ്ടപ്പെട്ടതും ഒക്കെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഈ ഒരു കൊല്ലം മാത്രമാണ്, അല്ലെ? ഈ ഒരു കൊല്ലത്തിലാണ് നമുക്കെന്ത് SSLC സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ 1 മുതൽ 10 വരെ 10 കൊല്ലം നമ്മൾ എന്ത് പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും ആരും നമ്മളടുത്ത് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, ആകെ ചോദിക്കാൻ പോകുന്നത് എന്താണ്? 10ാം ക്ലാസ്സിൽ എന്ത് പഠിച്ചു അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ചോദിക്കുന്നത്, അല്ല? എപ്പോഴാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഒക്കെ അതാണ് ചോദിക്കുക. 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ട്, 10ൽ എത്ര A+ ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്തായി, ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ. പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് സ്കൂളിലാണെങ്കിലും നമ്മളുടെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ ഉള്ളത്. അപ്പൊ ആ ഓൺലൈൻ ക്ലാസ്സുകൾ ദിവസേന ഒരു 3 മണിക്കൂറേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. രാവിലെ നമ്മളുടെ ട്യൂഷൻ ക്ലാസ്സിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും രാത്രി ഓരോ മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ വെച്ചുള്ള ഒരു പഠനം, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അത് പഠിച്ചാലുള്ള ഗുണം എന്താ? ഇപ്പൊ നമ്മൾ മടി കാണിക്കാതെ അത് നന്നായി പഠിച്ചാൽ സ്കൂൾ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാരുടെ മുന്നിൽ അത് ആ ഭാഗത്തിൽ പഠിച്ചതാണ്, അത് ആ പാഠഭാഗത്തിലല്ലേ എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല ഒരു മാർക്കോടെ, നല്ല മാർക്കോടെ SSLC ഫുൾ A+ അല്ലെങ്കിൽ നല്ല A+കളോടെ നമുക്ക് ഉഷാറായിട്ട് നമ്മളുടെ SSLC കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും നന്നായി വീഡിയോകൾ കണ്ടിട്ട് നന്നായി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? SSLCക്ക് എന്തായാലും മുഴുവൻ A+ തന്നെ എല്ലാവരും മേടിക്കുക. ഓക്കെ, നമ്മളും എന്തായാലും ലെറ്റ്സ് ലേൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കെമിസ്ട്രി ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നസീഫ് സാർ. ഓക്കെ, ലെറ്റ്സ് ലേൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സാറാണ്. അപ്പൊ ആദ്യമായി ഞാൻ എടുക്കാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, മോൾ സങ്കല്പനവും ഗ്യാസ് ലോസ്, വാതക നിയമവും മോൾ സങ്കല്പനവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നുള്ള പാഠമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാം? ആദ്യം തന്നെ പാഠത്തിലേക്ക് കടക്കാം. അപ്പൊ പാഠം ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്? വാതക നിയമവും മോൾ സങ്കല്പനവും എന്നുള്ള പാഠമാണ്, അല്ലെങ്കിൽ എന്താ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. ആദ്യത്തെ പാഠഭാഗമാണ് വാതക നിയമവും നിയമങ്ങളും മോൾ സങ്കല്പനവും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കുറച്ചുണ്ട്, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയാം. മലയാളത്തിലും പറയാം, ഇംഗ്ലീഷിലും പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ? ഗ്യാസ് ലോസ് വാതക നിയമങ്ങൾ, അല്ലെ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മളുടെ പാഠം. ഏതാണ്? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, അല്ലെങ്കിൽ വാതക നിയമങ്ങളും പിന്നെ മോൾ സങ്കല്പനവും എന്നുള്ള പാഠമാണ്. ഓക്കെ, അപ്പൊ വാതകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അതൊരു പദാർത്ഥമാണ്, അല്ലെ? പദാർത്ഥം എന്താണ്? പദാർത്ഥം എന്ന് നമുക്ക് ആദ്യം അറിയണം, അല്ലെ? വാട്ട് ഈസ് മാറ്റർ എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. എന്താണ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു സാധനം, ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഏരിയ, ഓക്കെ, ഒരു സ്ഥലം വേണം, നിൽക്കാൻ സ്ഥലം ആവശ്യമായ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായ എന്തൊരു സാധനത്തിനെയും നമ്മൾ എന്ത് പറയും? മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയും. അതായത് എനിത്തിങ് ദാറ്റ് നീഡഡ് സ്പേസ് ടു ഓക്യുപ്പൈ ഈസ് നോൺ ആസ് മാറ്റർ. ഓക്കെ, എന്തിനേയും നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് അറിയാവുന്ന 3 അവസ്ഥകൾ ഏതൊക്കെയാ പദാർത്ഥങ്ങളുടെ? ഏതൊക്കെയാ? 3 അല്ലെ? ഒന്നാമത്തേത് എന്താണ്? ഗരം, അല്ലെ? പിന്നെന്താ? ദ്രാവകം. പിന്നെ നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഗരം, ദ്രാവകം, വാതകം എന്നുള്ളതാണ്. ഓക്കെ, ഗരം അല്ലെങ്കിൽ എന്താ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഈ 3 പദാർത്ഥങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ഇത് കൂടാണ്ട് കുറെ എണ്ണം ഉണ്ട്, അതൊന്നും
നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ പ്രധാനമായി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലാണ് നമ്മളുടെ പദാർത്ഥങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പാഠത്തിന്റെ പേരെന്നെ നോക്കൂ, വാതക നിയമങ്ങളും എന്നാണ് അല്ലെ. അപ്പൊ വാതകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഗ്യാസിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പറയാനുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഗ്യാസിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ നോക്കുക. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഖരത്തെ കുറിച്ചും ദ്രാവകത്തെ കുറിച്ചും വാതകത്തെ കുറിച്ചും ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അവയിലെ മോളിക്യൂൾസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ എടുത്ത് കയ്യിൽ വെക്കുക, നോട്ട്ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്തിട്ട് മാത്രം വീഡിയോകൾ കാണുക. പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മളുടെ മെറ്റീരിയൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു, മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ 3 ടൈപ്പ് പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു, ഖരം, ദ്രാവകം അല്ലെങ്കിൽ വാതകം, അല്ലെങ്കിൽ എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവ തമ്മിലുള്ള താരതമ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗ്യാസിൽ എന്താണ്, ദ്രാവകത്തിൽ എന്താണ്, അല്ലെങ്കിൽ സോളിഡിൽ എന്താണ് എന്നുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 3 വ്യത്യാസങ്ങളാണ് നമുക്ക് പ്രധാനമായും പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണ് എന്ത്, തന്മാത്രകൾ തമ്മിലുള്ള അകലം. ഓക്കെ, തന്മാത്രകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ആറ്റംസ് ഓർ ദ മോളിക്യൂൾ. സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ആറ്റംസ് ഓർ ദ മോളിക്യൂൾ, അതാണ് നമുക്ക് ഒന്നാമത്തെ പറയാനുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തതായി അവ തമ്മിലുള്ള ആകർഷണ ബലത്തെ കുറിച്ച് പറയണം. ഓക്കെ, അപ്പൊ രണ്ടാമതായി പറയുന്നത് എന്താണ്, ആകർഷണ ബലം. ഓക്കെ, അവ തമ്മിലുള്ള ആകർഷണ ബലം എന്നതിനെ കുറിച്ച് നമ്മൾ പറയണം. ആകർഷണ ബലം അല്ലെങ്കിൽ എന്താ പറയാ, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയും. മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് അവയുടെ ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താ, ഡിഗ്രി ഓഫ് ഫ്രീഡം, അതിനെ കുറിച്ചാണ് മൂന്നാമതായി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം. ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ ദ്രാവകത്തിൽ എങ്ങനെയാണ്, വാതകത്തിൽ എങ്ങനെയാണ്, നമ്മുടെ ഖരത്തിൽ എങ്ങനെയാണ്, അല്ലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ട 3 എണ്ണം. ഒന്നാമത്തെ എന്താണ്, ഖരം, അല്ല എന്നുണ്ടെങ്കിൽ സോളിഡ്. രണ്ടാമത്തെ എന്താ, ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം, അല്ലെ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ്. മൂന്നാമത്തെ എന്താ, വാതകം അല്ലെങ്കിൽ ഗ്യാസ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം എന്നിവയിലെ സെപ്പറേഷൻ, അതായത് മോളിക്യൂൾസ്, തന്മാത്രകൾ തമ്മിലുള്ള സെപ്പറേഷൻ, അകലം, ആകർഷണപരം അട്രാക്റ്റീവ് ഫോഴ്സ്, പിന്നെ ചലന സ്വാതന്ത്ര്യം, അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പൊ ഒന്നാമത്തത് സോളിഡിൽ നമുക്ക് എന്ത് പറയാം, തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ് എന്ന് പറയാം. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ഓക്കെ, ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് നമ്മുടെ ക്ലാസ് ആണ് എന്ത് ഖരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഖരത്തെ ക്ലാസ് റൂമായിട്ട് എടുത്താൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോ കുട്ടികളും അതിലെ എന്താ തന്മാത്രകളാണ് അല്ലെങ്കിൽ ആറ്റങ്ങളാണ്, മോളിക്യൂൾസ് ആണ് നമ്മൾ എടുത്താൽ നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാറ്, വളരെ അടുത്താണ് ഇരിക്കല് അല്ലെ. അപ്പൊ അതുപോലെയാണ് ഇതിലുള്ളത് നമ്മളുടെ ഖരത്തിൽ ഉള്ളത്. ഓക്കെ, വളരെ കുറവാണ് അവ തമ്മിലുള്ള അകലം, വളരെ കുറഞ്ഞ അകലമേ അവ തമ്മിലുള്ളൂ. ഓക്കെ, എന്താണ്, വെരി ലെസ് സെപ്പറേഷൻ ആണ് അവ തമ്മിലുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം കഴിഞ്ഞു നമ്മളുടെ ഖരത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള അകലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ദ്രാവകത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള അകലം. നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്നതിന്റെ അടുത്ത് അടുത്ത പീരീഡ് എന്താ, പി.ടി. പീരീഡ് ആയി എല്ലാവരും അങ്ങോട്ട് പോകും, നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകും അല്ലെ. അപ്പൊ ഗ്രൗണ്ടുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന അടുത്തടുത്താണ് ഇരിക്കുക അല്ലേ. അപ്പൊ എങ്ങനെ ഇരിക്കുക, കുറച്ച് വിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതുപോലെയാണ് ഇതിലുള്ളത് നമ്മളുടെ ദ്രാവകത്തിലുള്ളത് അല്ലെങ്കിൽ ലിക്വിഡിലുള്ളത്, മോളിക്യൂൾസ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്, അവ തമ്മിലുള്ള അകലം വളരെ കുറവല്ല, കുറച്ച് കുറവ് എന്നുള്ളതുള്ളൂ. ഓക്കെ, വളരെ കുറവല്ല, ലെസ്, വളരെ കുറച്ചുകൂടി അകലത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഖരത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവയിലെ മോളിക്യൂൾസ് കുറച്ചുകൂടി അല്ലെ ആറ്റങ്ങൾ കുറച്ചുകൂടി വിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ള വാതകം.
വാതകത്തിൽ എന്ത് ചെയ്തു, സ്കൂളൊക്കെ വിട്ടു, സ്ഥലം എന്ത് ചെയ്തു, PT വിട്ടു, PT കഴിഞ്ഞു, ആ പീരീഡ് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, എല്ലാവരും ക്ലാസ്സിൽ കയറി, ഒരു കുട്ടി മാത്രം ക്ലാസ് കയറിയില്ല, ഗ്രൗണ്ടിന് നടുക്കിൽ നിൽക്കുക. അപ്പൊ അതുമാതിരിയാണ് ഇതിലുള്ളത് നമ്മളുടെ വാതകത്തിൽ എന്തുള്ളത്, തന്മാത്രകൾ തമ്മിലുള്ള അകലം. അതായത് ഒരു തന്മാത്രയുടെ ചുറ്റുഭാഗത്ത് അടുത്ത എന്താ വേറൊരു തന്മാത്രയും ഇല്ല, ഒരൊറ്റ ഒരാൾ മാത്രം, വലിയൊരു സ്പേസിൽ ഒരാൾ മാത്രം എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ വളരെ കൂടുതലാണ് എന്ത്, തന്മാത്രകൾ തമ്മിലുള്ള അകലം വാതകത്തിൽ, വളരെ കൂടുതൽ. ഓക്കെ, വെരി ലോങ്, വളരെ കൂടുതലാണ് ആ സെപ്പറേഷൻ. അപ്പൊ സെപ്പറേഷനെ കുറിച്ച് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തതാണെന്ത്, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അടുത്തടുത്തുള്ള ആൾക്കാരാണെങ്കിൽ പിടിച്ചു വലിക്കാൻ നല്ല സുഖമല്ലേ? ഇപ്പൊ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി കളിക്കാനൊക്കെ നല്ല സുഖം അല്ലെ? കാരണം എന്താ, തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയാൽ കിട്ടും അല്ലെ? അപ്പൊ അവര് തമ്മിൽ എന്തുണ്ടാവും, നല്ല ആകർഷണ ബലം ഉണ്ടാവും. അപ്പൊ ഗരത്തിൽ എന്തുണ്ടാവും, നല്ല ആകർഷണ ബലം ഉണ്ടാവും. ഓക്കെ, അപ്പൊ വെരി ഹൈ ആയിരിക്കും ഏതിലുണ്ടാവുക, നമ്മളുടെ വളരെ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ കൂടുതലായിരിക്കും അവരുടെ ആകർഷണ ബലം അല്ലെ? അപ്പൊ മനസ്സിലായി. ഇനി എന്ത് ചെയ്തു, നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളിക്കാൻ വിട്ടു, അല്ലെങ്കിൽ PT പീരീഡ് ആയി. അപ്പൊ എന്ത് ചെയ്യാം, ഒരാളെ കിട്ടണമെങ്കിൽ കുറച്ച് അപ്പുറത്തുണ്ടാവും, 1-2 മീറ്റർ അപ്പുറത്തായിരിക്കും. അപ്പൊ കുറച്ചൊന്ന് നടന്നു പോയിട്ടൊക്കെ എന്തുണ്ടാവുള്ളൂ, നമുക്ക് അവരുമായിട്ടൊരു കോണ്ടാക്ട് വരുള്ളൂ, കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഗരത്തിലുള്ള ക്ലാസ്സിലിരിക്കുമ്പോൾ അത്ര തമ്മിലുള്ള ഒരു ആകർഷണ ബലം എന്തിലില്ല, കളിക്കാൻ വിട്ടാൽ അല്ലെങ്കിൽ ദ്രാവകത്തിലില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് എന്ന് പറയുന്നത് ഹൈ ആണ്, പക്ഷെ എന്തല്ല, വെരി ഹൈ അല്ല. ഓക്കെ, വളരെ കൂടുതലല്ല, കുറച്ച് കൂടുതലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി എന്ത് ചെയ്തു, വാതകത്തിൽ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞല്ലേ, ഒരു കുട്ടി മാത്രം ഗ്രൗണ്ടിൽ നടക്കുക, അവന്റെ ചുറ്റു വേറെ ആരെങ്കിലും ഉണ്ടോ, ആരുമില്ല, അവൻ ആകർഷിക്കാൻ ആരുമില്ല. ഓക്കെ, വളരെ കുറവാണ് എന്ത്, നമ്മളുടെ ഗ്യാസിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ വളരെ കുറവാണ്, വളരെ കുറവ് അല്ല, വെരി ലോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ആ മോളിക്യൂൾസ് തമ്മിലുള്ളത്, ഏത്, ഇൻ കേസ് ഓഫ് ഗ്യാസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു, ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യം. ഇതും നമുക്ക് ക്ലാസ്സിൽ വെച്ച് പറയാം. എങ്ങനെയാണോ ആലോചിച്ചു, ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണോ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഓടി കളിക്കാൻ സുഖം, ഏതാ, ഗ്രൗണ്ടിലായിരിക്കും അല്ലെ? അപ്പൊ നമ്മള് ജലത്തിന്റെ കാര്യത്തിൽ എവിടെ ഇരിക്കുന്ന പോലെയാണ്, ക്ലാസ്സിലുള്ള പോലെയാണ്. അപ്പൊ ചലന സ്വാതന്ത്ര്യം ഉണ്ടോ, ഇല്ല, വളരെ കുറവാണല്ലേ, കുറഞ്ഞ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്ന് കളിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വളരെ കുറഞ്ഞ ചലന സ്വാതന്ത്ര്യമേ ആർക്കുള്ളൂ, നമ്മളുടെ ഗരത്തിലെ വളരെ കുറഞ്ഞ സ്വാതന്ത്ര്യം അല്ലെ, വെരി ലോ ആണെന്ത്, നമ്മളുടെ ചലന സ്വാതന്ത്ര്യം ഗരത്തിൽ. ആരത്, നമ്മളുടെ മോളിക്യൂൾസ്, ആറ്റങ്ങൾ തമ്മിലുള്ള ചലന സ്വാതന്ത്ര്യം, ആറ്റങ്ങളുടെ ചലന സ്വാതന്ത്ര്യം. ഇനി ദ്രാവകത്തിൽ കളിക്കാൻ വിട്ട് ഗ്രൗണ്ടിലാകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ അങ്ങനെ ഓടി കളിക്കാം അല്ലെ? അപ്പൊ കുറച്ചുകൂടി കൂടുതലാണ്, വളരെ കുറവല്ല. എന്ത് ചെയ്തു, കുറവാണ് ആർക്കുള്ളത്, കൂടുതൽ എന്ന് നമുക്ക് പറയാം അല്ലെ? കുറച്ചും കൂടി ഒരു ചലന സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ആർക്ക്, ദ്രാവകത്തിലെ തന്മാത്രകൾക്ക് കുറച്ചും കൂടി ഒരു ചലന സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വിട്ടാൽ എല്ലാവരും ഗ്രൗണ്ടിൽ ഉണ്ടാവുന്നത് പോലെ കുറച്ചൊക്കെ ഓടി കളിക്കാൻ പറ്റും. എന്നാലോ വാതകത്തിന്റെ കേസിലാണെങ്കിൽ നല്ല കൂടുതലാ, ഒരൊറ്റ കുട്ടി ഒരൊറ്റ വലിയ ഗ്രൗണ്ടിൽ അങ്ങനെ എവിടെ വേണേലും പോകാൻ പറ്റൂല, അങ്ങനെ ഓടി കളിക്കാൻ പറ്റും. അതാണ് ഏത്, വാതകത്തിന്റെ കഥ. അപ്പൊ വാതകത്തിലാകുമ്പോൾ വളരെ കൂടുതലാണ് അവരുടെ ചലന സ്വാതന്ത്ര്യം, വളരെ കൂടുതൽ, വെരി ഹൈ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതോടെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാ പറയേണ്ടത് ആദ്യം ആലോചിച്ച് നോക്കണം. എന്താ, സെപ്പറേഷൻ, തന്മാത്രകൾ തമ്മിലുള്ള അകലം, അട്രാക്റ്റീവ് ഫോഴ്സ്, തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഡിഗ്രി ഓഫ് ഫ്രീഡം, ചലന സ്വാതന്ത്ര്യം. ഓക്കെ, ഇപ്പൊ ഖരത്തിൽ അല്ലെങ്കിൽ സോളിഡിൽ എന്താ, സെപ്പറേഷൻ വളരെ കുറവാണ്, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഖരത്തിൽ വളരെ അടുത്തടുത്താണ്. അടുത്ത അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ ആകർഷണ ബലം, അടുത്തടുത്താവുമ്പോൾ നല്ല ആകർഷണ ബലം ഉണ്ടാവും, ആകർഷണ ബലം വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യം ഖരത്തിലാവുന്ന സമയത്ത് അടുത്തടുത്താണ്, തൊട്ടടുത്ത ആൾക്കാരുണ്ടാവും, പോകാനെ കട്ട് ചെയ്തൊന്നും പോകാൻ നമുക്ക് പറ്റൂല. അപ്പൊ എന്താണ്, ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നു, ദ്രാവകത്തിലാവുന്ന സമയത്ത് സെപ്പറേഷൻ അല്ലെങ്കിൽ എന്താ, തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറച്ചും കൂടി ഉണ്ട്. ഖരത്തിന്റെ അത്ര കുറവല്ല, പക്ഷെ കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ കുറവ് എന്ന് നമ്മൾ എഴുതി.
ഇനി ആകർഷണ ബലമാകുമ്പോഴോ അത് കുറച്ച് കൂടുതലാണ്, ആരെക്കാട്ടും കൂടുതലാണ്. അല്ല, നമ്മളുടെ ഖരത്തിന്റെ അത്രക്കില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, കുറച്ചൊക്കെ ആകർഷണ ബലം അവ തമ്മിലുണ്ട്. ഓക്കെ. പിന്നെ ചലന സ്വാതന്ത്ര്യം. ഓക്കെ, ഖരത്തിന്റെ അത്ര വളരെ കുറഞ്ഞ ചലന സ്വാതന്ത്ര്യം, ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ അല്ല ചലന സ്വാതന്ത്ര്യം, പക്ഷെ ഗ്രൗണ്ടിലേക്ക് വിട്ടാൽ എന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ദ്രാവകത്തിൽ കുറച്ചും കൂടി കൂടുതലാണ്. ഇനി വാതകത്തിലാണെങ്കിൽ നേരെ തിരിച്ചു പോകാം, വളരെ സെപ്പറേറ്റഡ് ആണല്ലേ, അപ്പൊ വളരെ അകലത്തിലാണ് അവയുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ തമ്മിലുള്ളത്. ഓക്കെ. അപ്പൊ വളരെ അകലത്തിലാകുമ്പോൾ ആകർഷണ ബലം വളരെ കുറയും, അല്ലെ, വളരെ കുറവായിരിക്കും. അപ്പൊ ആകർഷണ ബലം വളരെ കുറഞ്ഞാൽ അല്ലെങ്കിൽ വളരെ അകലത്തിൽ നിൽക്കുമ്പോൾ അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറേണ്ടാവും, എങ്ങോട്ട് വേണേലും പോകാൻ പറ്റും, അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഖരം, ദ്രാവകം, വാതകം എന്നിവയുടെ ചലന സ്വാതന്ത്ര്യം, അല്ലെ, സോറി, സെപ്പറേഷൻ, അട്രാക്റ്റീവ് ഫോഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, അകലം, ആകർഷണ ബലം, ചലന സ്വാതന്ത്ര്യം എന്നിവയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. ഇപ്പോ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു, ഖരത്തെ കുറിച്ചും ദ്രാവകത്തെ കുറിച്ചും വാതകത്തെ കുറിച്ചും പറഞ്ഞു. ക്ലാസ്സിൽ ഇരിക്കുന്നതും പിന്നെ ഗ്രൗണ്ടിൽ പോണതും പിന്നെ ഗ്രൗണ്ടിൽ ഒരൊറ്റ ആൾ നിൽക്കുന്നതും, അല്ലെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ച് വെച്ചാൽ വാതകത്തെ കുറിച്ചാണ്. നമുക്ക് ഈ പ്രധാനമായി ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് വാതക നിയമവും മോൾ സങ്കല്പനവും. അപ്പൊ വാതകത്തെ കുറിച്ച് വേണം പഠിക്കാൻ. ഇനി വാതകത്തെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, ഖരത്തിനെയും ദ്രാവകത്തിനെയൊക്കെ ഒഴിവാക്കി കേട്ടോ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്, വാതകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഗ്യാസസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഗ്യാസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമായും പറയേണ്ട അവയുടെ കുറച്ച് പ്രത്യേകതകളുണ്ട് ഗ്യാസസിന്റെ. എന്തൊക്കെയാ? ഒന്നാമത്തെ വ്യാപ്തം, ഓക്കെ, രണ്ടാമത്തത് താപനില, മൂന്നാമത്തത് മർദ്ദം, ഓക്കെ, പിന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ എണ്ണം. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയാൻ പോകുന്നത്, വാതകങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇവ കൂടാണ്ട് വാതകങ്ങൾക്ക് മാത്രമായുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അവയെ വാതക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ലോസ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ, വാതക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ലോസ്. അപ്പൊ ഗ്യാസ് ലോസ് ഏതൊക്കെയാ? 3 ഗ്യാസ് ലോസ് ഉള്ളത്. ഒന്നാമത്തെ ഏതാ? ചാൾസ് ലോ, ബോയിൽസ് ലോ, അവോഗാഡ്രോസ് ലോ. അല്ലെങ്കിൽ ചാൾസ് നിയമം, ബോയിൽസ് നിയമം, അവോഗാഡ്രോസ് നിയമം എന്ന് പറയുന്ന 3 എണ്ണമാണ് നമുക്കുള്ളത്. അത് 3 നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, അവയുടെ പ്രത്യേകതകളായ വ്യാപ്തം, മർദ്ദം, താപനില, പദാർത്ഥങ്ങളുടെ എണ്ണം എന്നിവയെ കുറിച്ച് നോക്കാം. ഓക്കെ. അപ്പൊ എന്തിനെ കുറിച്ചാണ് നോക്കുന്നത്? ഒന്നാമത്താണ് എന്ത് പറയുന്നത്, വ്യാപ്തം, അല്ലെ, വ്യാപ്തം. പിന്നെ രണ്ടാമത്തെ എന്താണ്? വ്യാപ്തം അല്ലെങ്കിൽ എന്ത് പറയും? വോളിയം എന്ന് പറയും. ഓക്കെ, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. രണ്ടാമത്താണ് എന്ത് പറയുന്നത്? മർദ്ദം. രണ്ടാമത്തത് എന്താണ്? മർദ്ദം എന്ന് പറഞ്ഞു. മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. ഓക്കെ. ഈ മൂന്നാമത് എന്താണ്? താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. മൂന്നാമത്തെ എന്താണ്? താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. താപനില അല്ലെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയും. ടെമ്പറേച്ചർ. നാലാമത് എന്താണ്? പദാർത്ഥങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, പദാർത്ഥങ്ങളുടെ എണ്ണം. പദാർത്ഥങ്ങളുടെ അല്ല, കണികകളുടെ എണ്ണം. അതിലെ ചെറിയ സൂക്ഷ്മ കണികൾ, ആറ്റങ്ങൾ, മോളിക്യൂൾസ് എന്ന് ഉദ്ദേശിച്ച സാധനം, അവയുടെ എണ്ണം. അതാണ് കണികകളുടെ എണ്ണം അല്ലെങ്കിൽ കണികകളുടെ എണ്ണം അല്ലെങ്കിൽ എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ. ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം, അല്ലെങ്കിൽ എന്താ? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ, അല്ലെങ്കിൽ എന്താ? താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകളുടെ എണ്ണം. ഇവയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കൂടാണ്ട് ഇതിനെ കുറിച്ചും പറയും. 3 നിയമങ്ങളെ കുറിച്ച് പറയും. ഏതൊക്കെയാണ്? ഒന്നാമത്താണെന്ന് പറയുന്നത് ബോയിൽ നിയമം, അല്ലെ, ബോയിൽ നിയമം അല്ലെങ്കിൽ ബോയിൽസ് ലോ എന്ന് പറയും. ഓക്കെ. പിന്നെന്താ? രണ്ടാമതായുള്ള ചാൾസ് ലോ അല്ലെങ്കിൽ ചാൾസ് നിയമം. ചാൾസ് ലോ അല്ലെങ്കിൽ ചാൾസ് നിയമം. ചാൾസ്. ഓക്കെ. മൂന്നാമതായിട്ട് അവോഗാഡ്രോസ് നിയമം അല്ലെങ്കിൽ അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് നിയമം. ഓക്കെ. ഈ 3 നിയമങ്ങളെ എന്ത് പറയും? ഗ്യാസ് ലോസ് അല്ലെങ്കിൽ വാതക നിയമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ 3 എന്താണ്? വാതക നിയമങ്ങളാണ്, അല്ലെ, അല്ലെങ്കിൽ എന്താണ്? വാതക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ലോസ്. ഓക്കെ.
ഗ്യാസ് ലോസ് ആണ്, അല്ലെങ്കിൽ വാതക നിയമങ്ങളാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എന്തിനാ വാതക നിയമങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഗ്യാസ് ലോസിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ എന്താണ് ഗതിക സിദ്ധാന്തം എന്ന് പറയും. കൈനറ്റിക് തിയറി അല്ലെങ്കിൽ ഗതിക സിദ്ധാന്തം, ഗതിക സിദ്ധാന്തം. ഓക്കെ, അപ്പൊ ഇതിനെന്ത് ചെയ്തു, നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ വാതകത്തിനെ എടുത്തു. ഓക്കെ, കണ്ടെയ്നറിനടുത്ത് ഒരു പാത്രത്തിനകത്ത് ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ വാതകത്തെ എടുത്തു. അപ്പൊ വാതകത്തിലാവുമ്പോ കണികകൾ എന്തുണ്ട്, ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് സൂക്ഷ്മ കണികകൾ കാണപ്പെടുന്നു, അല്ലെ? അവയെ ആറ്റങ്ങളാവാം അല്ലെങ്കിൽ മോളിക്യൂളുകളാവാം, ഒക്കെ ആവാം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഗതിക സിദ്ധാന്തത്തിലെ ആദ്യത്തെ, ഗതിക സിദ്ധാന്തം എന്നുള്ള പേരൊന്നും അങ്ങനെ കേട്ട് പേടിക്കണ്ട, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. ഗ്യാസ് അല്ലെങ്കിൽ വാതകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് എന്ത് പറഞ്ഞത്, ഞാൻ അവിടെ വരച്ചതുപോലെ എന്ത് ചെയ്യുന്നു, അവയിൽ ചെറിയ സൂക്ഷ്മ കണികകൾ കൊണ്ടാണ് വാതകം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വാതകത്തിൽ എന്താണ് ഒരുപാട് സൂക്ഷ്മ കണികകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ സൂക്ഷ്മ കണികകൾ അല്ലെങ്കിൽ എന്താ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, സൂക്ഷ്മ കണികകൾ അല്ലെങ്കിൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ഓക്കെ. അപ്പൊ നമ്മള് നേരത്തെ ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, എന്താ വാതകത്തിലെ പ്രത്യേകത, ഗ്യാസിലെ പ്രത്യേകതകൾ. ഒന്നെന്താ, അവ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരുന്നു, കുറവാണോ കൂടുതലാണോ? ആകർഷണ ബലം നല്ല കൂടുതലായിരുന്നു, അല്ലെ? രണ്ടാമതായിട്ട് എന്താ, അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം. ഓക്കെ, ഒന്നാമത്തത് അകലം, രണ്ടാമത്തത് ആകർഷണ ബലം, മൂന്നാമത്തത് അവയുടെ ചലന സ്വാതന്ത്ര്യം. ഓക്കെ, അവ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, അല്ലെ? ഗ്യാസിലെ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, ആകർഷണ ബലം വളരെ കുറവാണ്, അല്ലെ? ദൂരെ ആയതുകൊണ്ട് തന്നെ ആകർഷണ ബലം കുറവായിരിക്കും. മൂന്നാമതായിട്ട് ചലന സ്വാതന്ത്ര്യം, കണികകൾക്ക് വളരെയധികം ചലന സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെങ്കിൽ വളരെ കൂടുതലാണ് അവയുടെ ചലന സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ ഗതിക സിദ്ധാന്തത്തില് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടും അതന്നെ നമുക്ക് പറയാം, അവർക്ക് എന്തിരുന്നു, ദേ ആർ സെപ്പറേറ്റഡ് ബൈ ലാർജ് ഡിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ, അവ തന്മാത്രകൾ തമ്മിൽ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, വളരെ അകലത്തിലാണുള്ളത്. ഓക്കെ, അപ്പൊ അതും പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യുന്നു, അവ തമ്മിലുള്ള ആകർഷണ ബലം, അതൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഗതിക സിദ്ധാന്തത്തിൽ പറയേണ്ട വേറൊരു കാര്യം, ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ ദിശയിലേക്കും, ഓക്കെ, ഈ കണികകൾക്ക് എല്ലാ ദിശയിലേക്കും വേണ്ട പോലെ സഞ്ചരിക്കാൻ പറ്റും. കാരണം എന്താണ്, അവ തമ്മിൽ ഒരുപാട് അകലുണ്ട്, അവ തമ്മിൽ എന്തില്ല, ഒരാകർഷണവും ഇല്ല, അല്ലെ? ആകർഷണം വളരെ കുറവുമാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ദിശയിലേക്ക് വേണ്ടത്രയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക വെച്ചാൽ, ഇങ്ങനെ ഇയാൾ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇടിക്കാം, അല്ലെ? ഒന്നാമത്തത് അയാൾ എവിടെ അടിക്കാം, വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, അല്ലെങ്കിൽ അത് നിൽക്കുന്ന പാത്രത്തിന്റെ ഭിത്തിയിൽ പോയി ഇടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇയാൾ ഇതിന്റെ ഡയറക്ഷനിൽ വരുന്നല്ലോ, അപ്പൊ ഇവരും തമ്മിൽ എന്ത് ചെയ്യാം, കൂട്ടിമുട്ടാം. ഓക്കെ, അപ്പൊ തന്മാത്ര കണികകൾ തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ കണികകൾ എന്ത് ചെയ്യാം, പാത്രത്തിന്റെ ഭിത്തിയുമായി, വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ടും കൊളൈഡ് ചെയ്യാം, കൊളീഷൻ നടക്കാം. ഓക്കെ, അപ്പൊ ആ കൊളീഷൻ നടക്കുന്ന സമയത്ത് എനർജി അല്ലെങ്കിൽ ഊർജ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, എന്നുള്ളൊരു കാര്യം കൂടി ആലോചിച്ച് വെക്കുക. അങ്ങനെ ഈ കൊളീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പാത്രത്തിന്റെ അല്ലെങ്കിൽ വാൾസ് ഓഫ് ദ കണ്ടെയ്നറിന്റെ വാൾസിൽ വന്ന് ഇടിക്കുന്ന സമയത്ത്, ഓക്കെ, അല്ലെങ്കിൽ കൊളീഷൻ നടക്കുന്ന സമയത്ത് ഒരു ബലം അനുഭവപ്പെടുന്നു. അവിടെ പിടിച്ച് തള്ളുന്നു, ഇവിടെ ഒരാൾ വന്നിടിച്ചാൽ അവിടെ ഒരു ബലം ഉണ്ടാവില്ലേ, അതന്നെയാണ് സാധനം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്
എന്താണ് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ കൈനറ്റിക് തിയറി അല്ലെങ്കിൽ ഗതിക സിദ്ധാന്തത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി പിന്നെ പറയാനുള്ളത് എന്താ, അപ്പോ പ്രഷറിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എന്താ മർദ്ദത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് അവ തമ്മിലുള്ള ആകർഷണ ബലം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ ആകർഷണ ബലം വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, there is no force, there is no attraction between the molecules അല്ലെ, അല്ലെങ്കിൽ അവ തമ്മിൽ എന്താ ആകർഷണ ബലം വളരെ കുറവാണ്. ആകർഷണ ബലം വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതോടെ നമ്മൾ എന്ത് ചെയ്തു, ഗതിക സിദ്ധാന്തത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്നാമത്തെ എന്താ, ഓരോ വാതകങ്ങളിലും അതിസൂക്ഷ്മമായ അനേകം തന്മാത്രകൾ അല്ലെങ്കിൽ കണികകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇൻ ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഓക്കെ, നേരത്തെ വാതകത്തിന്റെ ആകെ വ്യാപ്തമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ സൂക്ഷ്മ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. അല്ലെ, ഇവരെല്ലാരും ഇങ്ങനെ പിടിച്ചു വെച്ചാല് അത് കുറഞ്ഞ ഇത്ര ഒരു സ്ഥലം മതി അവയ്ക്ക് നിൽക്കാൻ, അല്ലെ. പക്ഷെ അവ എത്ര സ്ഥലത്താണ് നിൽക്കുന്നത്, ഇത്രയും സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ അവയുടെ യഥാർത്ഥ വ്യാപ്തവുമായി താരതമ്യം ചെയ്താൽ അവ നിൽക്കുന്ന വ്യാപ്തം വളരെ കൂടുതലാണ് എന്നർത്ഥം. ഓക്കെ, when compared to the actual volume they occupy in a large space, ഒരു വളരെ വലിയ സ്പേസിലാണ് അവർ occupy ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം. ഓക്കെ, പിന്നെ മൂന്നാമത്തായിട്ട് as the molecules of gas in a state rapid random motion in all direction. ഓക്കെ, എന്താ എല്ലാ ദിശയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു, അല്ലതാ എന്ത് ചെയ്യാം, റാപ്പിഡ് മോഷൻ അല്ലെങ്കിൽ വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, as a result of the random motion the gas molecules they collide with each other and also collide with the walls of the container. Okay, the collision with the walls account for the pressure of that gas. പറഞ്ഞാൽ അവ തമ്മിൽ കൂട്ടിമുട്ടാം അല്ലെങ്കിൽ ഇവിടെ വാൾസുമായി കൂട്ടിമുട്ടാം. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. അല്ലെ, ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കാം അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും ചെന്നിടിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്, വാതകമർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, വാതക തന്മാത്രകൾ തമ്മിലും വാതകത്തിന്റെ തന്മാത്രകളുടെ ഭിത്തിയും തമ്മിൽ ആകർഷണ ബലമില്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. എന്താ, അവ തമ്മിലുള്ള നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ഓക്കെ, അവ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് എന്നുള്ളത്. ഓക്കെ, there is no attraction between the gas molecule and with the walls of the container. ഓക്കെ, ഇതാണ് ഇതിൽ പറയാനുള്ള, ഏതിലെ ഗതിക സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ കൈനറ്റിക് തിയറിയിൽ പറയാനുള്ളത്. അപ്പൊ നമ്മള് ഈ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായി പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞത്, വ്യാപ്തത്തെ കുറിച്ച്, മർദ്ദത്തെ കുറിച്ച്, അതേപോലെ തന്നെ താപനിലയെ കുറിച്ച് അല്ലെങ്കിൽ വോളിയത്തെ കുറിച്ച്, പ്രഷറിനെ കുറിച്ച്, ടെമ്പറേച്ചറിനെ കുറിച്ച്, അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആരെ കുറിച്ച് നോക്കാം, വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തെ കുറിച്ച് നോക്കാം. കമാൺ. ഓക്കെ, വോളിയം അല്ലെങ്കിൽ എന്താ, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്ന പ്രത്യേകതയെ കുറിച്ച് ആദ്യം നോക്കാം. അപ്പൊ എന്താണ് വോളിയം? അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ എന്താ വോളിയം എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സാധനം വേണം, അല്ലെ. അപ്പൊ അതാണ് ആദ്യം പറയുന്നത്. എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന് ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലത്തെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് പറയുക, എന്താണ് ഒരു പദാർത്ഥത്തിന് ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. സ്പേസ് നീഡഡ് ടു ഓക്യുപ്പൈ, ദാറ്റ് ഈസ് നോൺ ആസ് വോളിയം. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് വോളിയം. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് വോളിയം? ഒരു പദാർത്ഥത്തിന് ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലം അല്ലെങ്കിൽ സ്പേസ് നീഡഡ് ടു ഓക്യുപ്പൈ. അപ്പൊ ഈ ഒരു സാധനത്തിന് നിൽക്കണമെങ്കിൽ ഇത്രയും സ്ഥലം വേണം. അപ്പൊ അതാണ് അതിന്റെ വോളിയം, അല്ലെ. അപ്പൊ ഈ ഒരു സാധനത്തിന് നിൽക്കണമെങ്കിൽ, ഈ ഒരു പേനയ്ക്ക് നിൽക്കണമെങ്കിൽ ഇതിന്റെ ഇത്രയും സ്ഥലം വേണം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ വോളിയം. എനിക്ക് നിൽക്കണമെങ്കിൽ എന്താ, ഇത്രയും സ്ഥലം വേണം. അപ്പൊ ഇതാണ് എന്റെ വോളിയം. ഓക്കെ, അപ്പൊ ഒരു സാധനത്തിന്, ഒരു പദാർത്ഥത്തിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് അതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. സ്പേസ് നീഡഡ് ടു ഓക്യുപ്പൈ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും നമ്മൾ പഠിച്ച മൂന്ന് പദാർത്ഥത്തിന്റെ എന്ന് പറയുമ്പോൾ മൂന്ന് പദാർത്ഥങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ അതാ ഖരം അല്ലെങ്കിൽ സോളിഡ്, അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, സോളിഡ് ആണ്. അപ്പൊ ഇതിന്റെ സ്ഥലം എത്രയാണോ അത് തന്നെയാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതാ ഇത് വേറെ സോളിഡ് ആണ്, ഇതിന്റെ സ്ഥലം, ഇതിന്റെ സൈസ് എത്രയാണോ അത് തന്നെയാണ് അതിന്റെ എന്ത് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ, ദ്രാവകം അല്ലെങ്കിൽ
ലിക്വിഡിന്റെ വോളിയം എങ്ങനെയാണ് വരിക? ലിക്വിഡിന്റെ വോളിയം ഇപ്പൊ 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാം അല്ലെ? ഇപ്പൊ അമ്പലയിൽ നിന്ന് മേടിച്ചാലും ബത്തേരിയിൽ നിന്ന് മേടിച്ചാലും 1 ലിറ്റർ വെള്ളം എത്ര തന്നെ ആയിരിക്കും? ആ കുപ്പിയിലുള്ള അത്ര തന്നെ ആ 1 ലിറ്ററിന്റെ വെള്ളം തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ എന്ത് ചെയ്യില്ല, ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാരണങ്ങൾ കൊണ്ടും ദ്രാവകത്തിന്റെ വോളിയത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ വോളിയം എപ്പോഴും എന്തായിരിക്കും? ഒരുപോലെ തന്നെ നിൽക്കും. ഏതില്? ദ്രാവകത്തിന്റെ കേസ്. ഓക്കെ, ഖരത്തിലാണെങ്കിലും ദ്രാവകത്തിലാണെങ്കിലും വോളിയം ഒരേപോലെ ഉണ്ടാവും. ഈ ഖരത്തിന് ഇതിന്റെ സൈസ് ആണെങ്കിൽ ഇതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇത് ലിക്വിഡിൽ അല്ലെങ്കിൽ ദ്രാവകത്തിൽ 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ അത് 1 ലിറ്റർ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത പ്രധാനമായും ഈ പാഠത്തിൽ പഠിക്കേണ്ട ആളാരെയാണ്? വാതകത്തെ കുറിച്ച്. അപ്പൊ വാതകത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വാതകത്തിന്റെ വ്യാപ്തത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, വാതകത്തിന്റെ വ്യാപ്തം. വാതകം അല്ലെങ്കിൽ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഈ വാതകത്തിന്റെ വ്യാപ്തത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. മറ്റേ ഖരത്തിന്റെയോ ദ്രാവകത്തിന്റെയോ പോലെയല്ല. അത് എടുക്കുന്ന പാത്രത്തിന്റെ വ്യാപ്തമാണ് ആ വാതകത്തിന്റെ വ്യാപ്തം. മനസ്സിലായോ? ഇല്ല, നോക്ക്. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്തു? 1 ലിറ്ററിന്റെ ഒരു പാത്രം. ഓക്കെ, നമ്മൾ വേറെ ഒരു പാത്രം എടുത്തു. ഇത് 5 ലിറ്ററിന്റെ വേറൊരു പാത്രം. പത്ത് ലിറ്ററിന്റെ വേറൊരു പാത്രം. ഇങ്ങനെ 3 പാത്രങ്ങൾ നമ്മൾ എടുത്തു. ഓക്കെ, ഈ 3ലും നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് വാതകത്തെ നിറച്ചു. വാതകം ഏത് വാതകമാവാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ അല്ലെങ്കിൽ എന്താ നൈട്രജൻ, ഇതൊക്കെ വാതകങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഉദാഹരണം, അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമായുള്ള ഓക്സിജനെ തന്നെ നിറച്ചു എന്നാണ് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എല്ലാ പാത്രത്തിലും എന്ത് ചെയ്തു? ഓക്സിജനെ നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയാ? 1 ലിറ്റർ പാത്രത്തിൽ എടുത്താൽ എത്രയായിരിക്കും? 1 ലിറ്റർ. ഇതിന്റെ വ്യാപ്തം ഇതിൽ ഈ ഓക്സിജൻ, ഈ പാത്രത്തിൽ ഈ ഓക്സിജന്റെ വ്യാപ്തം എത്രയെന്ന് ചോദിച്ചാൽ എത്ര പറയാ? 5 ലിറ്റർ അല്ലെ? ഇനി ഈ പാത്രത്തിൽ ഈ ഓക്സിജന്റെ വ്യാപ്തം എത്രയെന്ന് ചോദിച്ചാൽ എത്ര പറയാ? 10 ലിറ്റർ. അപ്പൊ അതാണ് പറഞ്ഞത്, ഓക്സിജൻ അല്ലെങ്കിൽ ഒരു വാതകം ഏത് പാത്രത്തിൽ എടുക്കുന്നുവോ ആ പാത്രത്തിന്റെ വ്യാപ്തമാണ് ആ വാതകത്തിന്റെ വ്യാപ്തം. ഓക്കെ, വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ് അല്ലെ? അതായത് വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഓക്കെ, ഒരു ഗ്യാസിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ എടുത്താൽ ഇവിടെയും എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ടാവും? അതിന്റെ ഓക്സിജൻ കണികകൾ അല്ലെങ്കിൽ ആ വാതക കണികകൾ ഉണ്ടാവും. അതേ അളവിൽ തന്നെ എടുത്താൽ അവർക്ക് കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. ഇപ്പൊ 3, 6, 9, 1, 10 എണ്ണാണുള്ളത്. ഇവിടെയും 3, 5, 6, 7, 8, 9, 10. 10 എണ്ണത്തിന് ഈ 1 ലിറ്ററിൽ 10 എണ്ണം നിൽക്കുന്ന സ്ഥാനത്ത് എന്ത് ചെയ്യും? കുറച്ചുകൂടി സുഖമായിട്ട് ഓടി കളിച്ചിട്ട് 5 ലിറ്ററിൽ നിൽക്കും. ഓക്കെ, അത്ര തന്നെയാണ്. ഇതേ സാധനം തന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കണികൾ എടുത്താൽ അതെന്ത് ചെയ്യും? അത്രയും സ്ഥലത്ത് വ്യാപിച്ചു കിടക്കും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ കാരണം. അതായത് വാതകം ഏത് പാത്രത്തിൽ എടുക്കുന്നുവോ ആ പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും ആ വാതകത്തിന്റെ വ്യാപ്തം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ പക്ഷെ ദ്രാവകത്തിനും ഖരത്തിനും ഒന്നും അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഇപ്പൊ 1 ലിറ്റർ എന്ത് ചെയ്തു? 1 ലിറ്റർ വെള്ളം നമ്മൾ ഒരു വലിയ പാത്രത്തിൽ എടുത്താൽ എത്ര വെള്ളം ഉണ്ടായില്? 1 ലിറ്റർ വെള്ളമേ ഉള്ളൂ അല്ലെ? നീ എന്ത് ചെയ്തു? 1 ലിറ്റർ വെള്ളം നമ്മൾ എന്ത് ചെയ്തു? ചെറിയ പാത്രത്തിൽ എടുത്താലും അതിൽ എത്ര വെള്ളമേ ഉള്ളൂ? 1 ലിറ്ററേ വെള്ളമുള്ളൂ. പക്ഷെ വാതകത്തിന് അതുമാതിരിയല്ല. വാതകം എടുക്കുന്ന ആ ഒരു പാത്രത്തിൽ മൊത്തമായിട്ട് അങ്ങോട്ട് വ്യാപിക്കും. അപ്പൊ അതിന്റെ വ്യാപ്തം അങ്ങോട്ട് മാറും. ഓക്കെ, അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാതകത്തിന്റെ യൂണിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, വാതകത്തിന്റെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് വോളിയം. ഇപ്പൊ വാതകത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ലിറ്റർ ആണ് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ. ഓക്കെ, ലിറ്റർ ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക? എൽ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് നോക്കാം,
വ്യാപ്തം എങ്ങനെയാ പറഞ്ഞത്? 1 ലിറ്റർ അല്ലെ, അല്ലെങ്കിൽ 5 ലിറ്റർ, അല്ലെങ്കിൽ 10 ലിറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ലിറ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, 10 എന്ന് പറയുന്നത് അളവും, ലിറ്റർ എന്ന് പറയുന്നത് യൂണിറ്റും. അപ്പൊ വ്യാപ്തത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ഇത് ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ കുറച്ച് യൂണിറ്റുകൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സെന്റിമീറ്റർ ക്യൂബിൽ നമുക്ക് അതിനെ പറയാം, ആ വ്യാപ്തത്തിന്റെ യൂണിറ്റിനെ. അതെങ്ങനെയാ? ഇപ്പൊ ഈ ലിറ്റർ, ഈ 1 ലിറ്റർ അല്ല, അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ പാത്രത്തിൽ ഒരു പാത്രം എടുത്തു. ഓക്കെ, ഒരു പാത്രമാണ്. ആ പാത്രത്തിന്റെ നീളം 1 സെന്റിമീറ്റർ, വീതി 1 സെന്റിമീറ്റർ, ഉയരം 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിന്റെ വ്യാപ്തം എന്തായിരിക്കും? നമുക്കറിയാം, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് വ്യാപ്തം അല്ലെ. അപ്പൊ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം 1 ഇൻറ്റു 1 ഇൻറ്റു 1. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്നല്ല, നമുക്ക് യൂണിറ്റ് കൂടി എഴുതാം. 1 സെന്റിമീറ്റർ ഗുണിക്കണം 1 സെന്റിമീറ്റർ ഗുണിക്കണം 1 സെന്റിമീറ്റർ. 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ഗുണിക്കണം സെന്റിമീറ്റർ ഗുണിക്കണം സെന്റിമീറ്റർ, സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ, 3 പ്രാവശ്യം ഗുണിച്ചാൽ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോ മറ്റൊരു യൂണിറ്റ് എന്തായി? സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ വ്യാപ്തം, അതായത് ആ കണ്ടെയ്നർ, ആ പാത്രത്തിന്റെ വ്യാപ്തം കാണാൻ ഏത് യൂണിറ്റ് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് വാതകത്തിന്റെ വ്യാപ്തത്തിന്റെ യൂണിറ്റ് മാറും. ഓക്കെ, ഇനിയിപ്പോ സെന്റിമീറ്ററിന് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു? മീറ്റർ ആണ് ഉപയോഗിച്ചത്. അതായത് 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ. ഓക്കെ, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള പാത്രമാണ് എടുത്തതെങ്കിൽ അതിലെ വ്യാപ്തം കണക്കാക്കുമ്പോ എങ്ങനെ നോക്കുക? ഉയരം 1 മീറ്റർ അല്ലെ, ഉയരം 1 മീറ്റർ, വീതി 1 മീറ്റർ, നീളം 1 മീറ്റർ. അപ്പൊ എന്ത് ചെയ്യുന്നു? 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ മറ്റൊരു യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി വേറെ യൂണിറ്റ് ഉണ്ട്, എന്താ? ഡെസിമീറ്റർ ക്യൂബ്. ഡെസിമീറ്റർ ക്യൂബ്. ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഡെസിമീറ്റർ, ഒരു ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു ഡെസിമീറ്റർ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സാധനത്തിലാണ് ഇതെടുത്തത് നമുക്ക്. ഓക്കെ, 10 സെന്റിമീറ്റർ നീളം, 10 സെന്റിമീറ്റർ വീതി, 10 സെന്റിമീറ്റർ ഉയരം. സോ ഒരു ഡെസിമീറ്റർ എന്ന് പറയാം 10 സെന്റിമീറ്ററിന് പകരം അല്ലെ, ഒരു ഡെസിമീറ്റർ എന്ന് പറയാം. ഇതും ഒരു ഡെസിമീറ്റർ എന്ന് പറയാം. കാരണം എന്താണ്? 10 സെന്റിമീറ്റർ സമം 1 ഡെസിമീറ്റർ ആണ് അല്ലെ. സോ എന്താണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്? 1 ഡെസിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ മറ്റൊരു യൂണിറ്റ് ഡെസിമീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ ക്യൂബ്, ഡെസിമീറ്റർ ക്യൂബ് ഒക്കെ ഉണ്ട് എന്ത്? വ്യാപ്തത്തിന്റെ യൂണിറ്റുകൾ. പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് വോളിയത്തിന്റെ ഏതാണ്? ലിറ്റർ ആണ്. എൽ എന്നുള്ള അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ലിറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? വ്യാപ്തത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഒന്ന്, എന്താണ് വ്യാപ്തം, പിന്നെ വാതകത്തിന്റെ വ്യാപ്തത്തിന്റെ പ്രത്യേകത, മൂന്നാമത് അതിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ വ്യാപ്തത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. വോളിയത്തെ കുറിച്ച് പറഞ്ഞു, എന്താണ് വോളിയം എന്ന് പറഞ്ഞു. വാതകത്തിന്റെ വോളിയത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ വോളിയം ഓഫ് ദ ഗ്യാസിനെ കുറിച്ച് പറഞ്ഞു. യൂണിറ്റ് എന്താന്നുള്ള പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രഷറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മർദ്ദത്തെ കുറിച്ചാണ്. മർദ്ദം അല്ലെങ്കിൽ പ്രഷർ, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. ഓക്കെ, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ നമ്മൾ ഓൾറെഡി ആ കൈനറ്റിക് തിയറി അല്ലെങ്കിൽ ഗതിക സിദ്ധാന്തം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് മർദ്ദം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഒന്നുകൂടി കാര്യമായിട്ട് തന്നെ എന്താണ് മർദ്ദം എന്നുള്ളതിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്തു? ഒരു പാത്രത്തിനകത്ത്, ഒരു പാത്രമാണ്. ഓക്കെ, പാത്രത്തിനകത്ത് നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ ഒരു വാതകം എടുത്തു. ഓക്കെ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വാതകങ്ങളാണ്. ഏതെങ്കിലും ഒരു വാതകത്തെ നമ്മൾ ഈ പാത്രത്തിനകത്ത് നിറച്ചു. ഓക്കെ, അപ്പോ ഗതിക സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? വാതകങ്ങൾ സൂക്ഷ്മ കണികകൾ അല്ലെങ്കിൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് അതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നു? അവ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ദിശയിലേക്ക് വിവിധ ദിശകളിലേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവയിലെ കണികകൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു, അങ്ങനെ ചലിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾക്കാണ് ചാൻസ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പതാ
ഇയാൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ അല്ലെങ്കിൽ എന്താ ഒന്നില്ലെങ്കിൽ ആ കണികകൾ അവ നിൽക്കുന്ന പാത്രത്തിൽ പോയി ഇടിക്കാം. ഓക്കെ, they may collide with the walls of the container അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അവ തമ്മിൽ കൂട്ടിമുട്ടാം. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് എങ്കിൽ ഇവ തമ്മിൽ എന്ത് ചെയ്യാം, കൂട്ടിമുട്ടാം. ഓക്കെ, അപ്പൊ തമ്മിൽ they collide each other, they may collide each other as well as may collide with the walls of the container. ഓക്കെ, അപ്പൊ തമ്മിൽ കൂട്ടിമുട്ടാം അല്ലെങ്കിൽ അവിടെ പാത്രത്തിന്റെ ഭിത്തിയുമായി കൂട്ടിമുട്ടാം. അപ്പൊ ഈ പാത്രത്തിന്റെ ഭിത്തിയുമായി കൂട്ടിമുട്ടുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടിമുട്ടി ഇവിടെയൊക്കെ കൂട്ടിമുട്ടാന്ന് വിചാരിക്കും. അങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് എന്തുണ്ടാവും, അവിടെ സ്വാഭാവികമായും ഒരു പ്രഷർ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു ബലം ഉണ്ടാവും അല്ലെ. ഇപ്പൊ അവിടെ ഒരാൾ വന്ന് ഇടിച്ചാൽ എന്തായാലും ഒരു ബലം ഉണ്ടാവൂലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ചെറിയ കണികളോടെ വന്ന് അടിക്കുന്ന സമയത്ത് ഒരു ബലം അനുഭവപ്പെടും. ആ ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത്. ബേസിക്കലി അതാണ് മർദ്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അപ്പൊ ഈ ഒരു പ്രഷർ അവിടെ വന്നുണ്ടാവുന്ന ബലത്തെയാണ് എന്ത് പറയുന്നത്, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ കണ്ടോ, ഇതെന്ത് ചെയ്തു, അതിന്റെ വാൾസുമായിട്ട് എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്യുന്നു. ആ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബലം എക്സേർട്ട് അല്ലെങ്കിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ആ ബലത്തെയാണ് എന്ത് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരാൾക്ക് ലോ പ്രഷറാണ്, ഒരാൾക്ക് ഹൈ പ്രഷറാണ് അല്ലെ. അപ്പൊ അതും കൂടി നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ ഒരു പാത്രമുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു പാത്രം കൂടി ഉണ്ട്, അതേ വ്യാപ്തമൊക്കെ ഉള്ള മറ്റൊരു പാത്രം. അതിലെന്ത് ചെയ്തു, ഈ പാത്രത്തിലാണെങ്കിൽ ഇവിടെ വരെ നിറച്ച് ഫുള്ളായിട്ട് എന്ത് ചെയ്തു, തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇതില് 3, 6, 9, 10 ഉണ്ട്. 10 കണികൾ അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ഇതിലിങ്ങനെയല്ല. ഇതെന്ത് ചെയ്തു, ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഇത് കുറച്ച് അമർത്തിയിരിക്കുകയാണ്. ഓക്കെ, കൂടുതലായിട്ട് അമർത്തി, കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സിറിഞ്ചിന്റെ ഒക്കെ പിസ്റ്റൺ ഉണ്ടാവില്ല, അതേപോലെ എന്ത് ചെയ്തു, അതിന്റെ വ്യാപ്തം കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനാകെ ഇത്ര സ്ഥലമേ ഉള്ളൂ, ഇത്ര സ്ഥലമേ ഉള്ളൂ. അപ്പൊ ഇതേ പറഞ്ഞ പോലെ ഈ 10 കണികൾ ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കുക, ഈ 10 കണികൾ ഇവ ഒരുപക്ഷെ ഇങ്ങോട്ടേക്കാവാം, ഇങ്ങനെ ആവാം അല്ലെ. ഇവ വിവിധ ദിശകളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയ എ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ എടുത്തു. ആ ഏരിയയിൽ ഇവിടെ അതേപോലെ തന്നെ എന്ത് ചെയ്തു, എ എന്ന ഏരിയയിൽ എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ബലം അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ബലമാണോ അതോ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ അനുഭവപ്പെടുന്ന ബലമായിരിക്കുമോ കൂടുതൽ, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുമോ കൂടുതൽ കണികകൾ വന്ന് തട്ടുക, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും കൂടുതൽ കണികകൾ വന്ന് തട്ടുക? എന്തായാലും ഇവിടെ ആയിരിക്കും അല്ലെ. കാരണം എന്താ, ഇതിനാകെ ഇത്ര സ്ഥലമേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയി ഇടയ്ക്ക് ഇവിടെ വന്ന് തട്ടും. എന്നാൽ ഇവയ്ക്ക് ഇത്ര സ്ഥലം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഇവിടെ തട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ച് സമയം എടുത്തേ തട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഈ ഏരിയയിൽ അനുഭവപ്പെടുന്ന എ എന്ന് പറയുന്ന ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ അളവ് കുറവായിരിക്കും ഏതിൽ, ഈ 1 എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നാൽ ഈ 2ന്റെ കാര്യത്തിൽ എങ്ങനെയാ, ഈ ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പ്രഷർ. അതിന് കാരണമാണ് എന്ത്, അത് കാരണമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പ്രഷർ എന്താണ്, ലോ ആണ്. ഓക്കെ, ഇവിടെ പ്രഷർ എന്താണ്, ഹൈ ആണ് അല്ലെ. ഇവിടെ പ്രഷർ എന്താണ്, ഹൈ ആണ് എന്ന് എഴുതി വെക്കാൻ കാരണം അതാണ്. മനസ്സിലായോ? ഈ ഒരു എ എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന കൊളീഷൻസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുതലാണ്. അവിടെ അനുഭവപ്പെടുന്ന ബലം കൂടുതലാണ്, ഫോഴ്സ് കൂടുതലാണ്. എന്നാൽ ഈ ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് കുറവാണ്, ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് കൂടുതലാണ്. ഇവിടുത്തത് കുറവാണ്, ഇവിടുത്തത് കൂടുതലാണ് അല്ലെ. അതാണ് സംഭവം. അപ്പൊ ഫോഴ്സ് കുറഞ്ഞ ഫോഴ്സ് അനുഭവപ്പെടുന്നിടത്ത് കുറച്ച് പ്രഷർ, ഇവിടെ കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടുന്നിടത്ത് കൂടുതൽ പ്രഷർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവയ്ക്ക് പ്രഷറിന് ഒരു ഇക്വേഷൻ വേണം, അല്ലെങ്കിൽ ഒരു സൂത്രവാക്യം വേണം അല്ലെ. നോക്കാം, ഇനി അതെന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ത്, നമ്മൾ സൂത്രവാക്യം അല്ലെങ്കിൽ എന്താ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രഷർ അല്ലെങ്കിൽ പി
പി എന്നുള്ള വേർഡ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രഷറിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ തന്നെയാണ് എന്ത് പറയുന്നത്, പി എന്ന് പറയുന്ന ആദ്യത്തെ ലെറ്റർ. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് ഫോഴ്സ്, അവിടെ ഉണ്ടാകുന്ന ബലത്തിന്റെ അളവാണ് എന്ന് നമ്മൾ പറഞ്ഞു. കൂടുതൽ ബലം ഉണ്ടായാൽ കൂടുതൽ ഫോഴ്സ് അല്ല, സോറി കൂടുതൽ പ്രഷർ അല്ലെ. ഇനി കുറച്ച് ഫോഴ്സ് അല്ലെ, കുറച്ച് ബലമാണെങ്കിൽ കുറഞ്ഞ പ്രഷർ, ലോ പ്രഷർ ആണ് അല്ലെ. പക്ഷെ അവിടെ ഒരു കാര്യം കൂടുതൽ വേണം, എന്ത് വേണം, ഏരിയ അല്ലെ. അവിടുത്തെ ഏരിയ, യൂണിറ്റ് ഏരിയ, യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്, മർദ്ദം. ഓക്കെ, പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ യൂണിറ്റ് ഏരിയ. ഈ ഒരു എ എന്ന് പറയുന്ന ഏരിയയിൽ, കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം എടുത്താൽ എല്ലാ ഏരിയയിലും എല്ലാം മൊത്തം എടുക്കാൻ നമുക്ക് പറ്റൂല. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ എന്താണ്, പക്ഷെ ഇവിടുത്തെ ഏരിയ വ്യത്യാസമുണ്ട്, ഇവിടെ കൂടുതലാണ് ഇവിടെ കുറവാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിട്ട് പ്രഷറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ് എടുക്കുന്നത്, യൂണിറ്റ് ഏരിയയിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഏരിയയിലെ അനുഭവപ്പെടുന്ന ബലത്തിന്റെ അളവാണ് മർദ്ദം. ഓക്കെ, പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ യൂണിറ്റ് ഏരിയ. ഓക്കെ, അത് മനസ്സിലായില്ലേ? അപ്പൊ പി സമം എന്ത് എഴുതാം, പി സമം F/A എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം അല്ലെ. ഇനി നമുക്ക് എന്ത് പറയണം, എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു, എങ്ങനെയാണ് പ്രഷർ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണ്, അതിന്റെ യൂണിറ്റ് അല്ലെ, യൂണിറ്റ് ഓഫ് പ്രഷർ, യൂണിറ്റിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും, യൂണിറ്റ് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ATM. ATM എന്നല്ല കേട്ടില്ലേ, നമ്മൾ പൈസ എടുക്കാൻ പോണ ATM, ആ ATM അല്ല ഈ ATM. പക്ഷെ ഈ ATM എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ, അതാണ് ഈ ATM. ഓക്കെ, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ മർദ്ദവുമായി താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ വാതകങ്ങളുടെയും മർദ്ദത്തെ പറയാറ്, അന്തരീക്ഷ മർദ്ദം. ഇപ്പൊ ഈ ഏരിയയിൽ ഗ്യാസ് ഉണ്ട്, അപ്പൊ അവിടെ ഉണ്ടാവുന്ന മർദ്ദം, അതാണ് അന്തരീക്ഷ മർദ്ദം. ആ അന്തരീക്ഷ മർദ്ദത്തിന്റെ എത്ര മടങ്ങാണ് എന്നുള്ളതാണ് നമ്മൾ സാധാ മറ്റു വാതകങ്ങൾ അല്ലെങ്കിൽ മറ്റു ഗ്യാസസിന്റെ പ്രഷർ അല്ലെ മർദ്ദത്തിന് പറയുന്നത്. ഓക്കെ, അതായത് 5 ATM അല്ലെങ്കിൽ 5 ATM എന്ന് പറഞ്ഞാൽ എന്താ, 5 മടങ്ങ്, അന്തരീക്ഷ മർദ്ദത്തിന്റെ 5 മടങ്ങാണ് എന്ന് പറയാം അല്ലെ, 5 ടൈംസ് ഓഫ് ദി അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നാണ്. അപ്പൊ 10 ATM എന്ന് പറഞ്ഞാൽ എന്താ, 5 ATM ആയിരിക്കും 10 ATM ആയിരിക്കും കൂടുതൽ, 10 ATM ആയിരിക്കും കൂടുതൽ. ഓക്കെ, 5 മടങ്ങല്ല, 10 മടങ്ങുണ്ട്, 10 മടങ്ങ്, അന്തരീക്ഷ മർദ്ദത്തിന്റെ 10 മടങ്ങ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിന്റെ യൂണിറ്റ് ATM എന്നാണ് പറയാറ്. ഓക്കെ, ഒരു ATM അല്ലെങ്കിൽ എന്താ 10 ATM എന്നൊക്കെയാണ് പറയാറ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്, പ്രഷറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു, അതിലെന്താ, എങ്ങനെയാണ് പ്രഷർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു, പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ പ്രഷറിന്റെ യൂണിറ്റ് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്, ATM അല്ലെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് പറഞ്ഞത്. അതുപോലെ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട്, പാസ്കൽ, PA എന്ന് പറയുന്നത് പാസ്കൽ. ഓക്കെ, ഇപ്പൊ +1-ലൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇപ്പൊ പഠിക്കാനുള്ളത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. PA അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയുന്ന ഒരു സാധനം കൂടി അതിന്റെ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ വ്യാപ്തത്തെ കുറിച്ച് അല്ലെങ്കിൽ വോളിയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു, പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഈ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് താപനിലയെ കുറിച്ചാണ്. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ഓക്കെ, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. അപ്പൊ ഒരു ഗ്യാസ്, ഇപ്പൊ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്തു, ഒരു പാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്യാസ് എടുത്തു. ഓക്കെ, ഒരു വാതകം എടുത്തു. എന്ത് ചെയ്യും, അതിൽ ഒരുപാട് വാതക കണികകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് വാതക കണികകൾ ഇതിനകത്തുണ്ടാവും. ആ വാതക കണികളുടെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞത്, അവ തുടർച്ചയായിട്ടുള്ള ചലനത്തിലായിരിക്കും അല്ലെ, തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിശയിലേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ആർ ഇൻ റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, എല്ലാ ദിശയിലേക്കും റാൻഡം മോഷൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇവിടേക്ക് പോകുന്നുണ്ട്, ഇവിടേക്ക് പോകുന്നുണ്ട്, അങ്ങനെ എല്ലാം ഓരോ ദിശയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 2 കാര്യങ്ങളുണ്ട് ഊർജത്തെ കുറിച്ച് അല്ലെ, ഗതികോർജവും സ്ഥിതികോർജവും ഓർമ്മ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ അതില്
ചലനം കൊണ്ടുണ്ടാവുന്ന ഊർജം, ചലനം മൂലം ഉണ്ടാവുന്ന ഊർജം എന്താണ്, അല്ലെങ്കിൽ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന ഊർജം എന്താണ്, മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്ന അതുകൊണ്ടുണ്ടാവുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായ ഊർജം ഉണ്ടാവുന്നത്. സ്ഥാനം കൊണ്ട് പിന്നെ ചലനം കൊണ്ട്, അല്ലെങ്കിൽ പൊസിഷൻ ആൻഡ് വിത്ത് മൂവ്മെന്റ്. ഓക്കെ, പൊസിഷൻ കൊണ്ടുണ്ടാവുന്നത് പൊട്ടൻഷ്യൽ എനർജി, സ്ഥാനം കൊണ്ടുണ്ടാവുന്നത് സ്ഥിതികോർജം. ഓക്കെ, അതുപോലെ ചലനം കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന ഊർജമാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എന്താണ്, ഗതികോർജം എന്ന് പറയും. ഓക്കെ, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം അല്ലെ, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം. അപ്പൊ ആ ഗതികോർജം ആർക്കും ഉണ്ടാവും, നമ്മളുടെ ഈ തന്മാത്രകള് വാതകത്തിലെ കണികകൾക്കും എന്തുണ്ടാവും, ആ പറഞ്ഞ ഗതികോർജം ഉണ്ടാവും. കാരണം അവ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവയ്ക്കും എന്തുണ്ടാവും, ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ ആ കൈനറ്റിക് എനർജി, ഇയാൾക്കൊരു കൈനറ്റിക് എനർജി ഉണ്ട്, ഇയാൾക്കൊരു കൈനറ്റിക് എനർജി ഉണ്ട്, ഇയാൾക്ക് വേറെ കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ. അങ്ങനെ എല്ലാ പാർട്ടിക്കിളിനും എല്ലാ കണികകൾക്കും എന്തുണ്ട്, അവയുടെ സ്വന്തമായ ഒരു കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം ഉണ്ട് അല്ലെ. ഇവയ്ക്കൊക്കെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം ഉണ്ട്. ആ ഗതികോർജത്തിന്റെ ശരാശരിയാണ്. അപ്പൊ എല്ലാത്തിന്റെയും കൂട്ടിയതിന് ശേഷം എണ്ണം കൊണ്ട് ഹരിക്കുക, അതല്ലേ എന്ത് നമ്മളുടെ ശരാശരി എന്ന് പറയുന്നത്. ആ ശരാശരിയെയാണ് എന്ത് പറയുന്നത്, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് താപനില എന്ന് പറഞ്ഞാൽ എന്താണ്, അവയുടെ കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണ് എന്ത്, താപനില എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗതികോർജത്തിന്റെ ശരാശരിയാണ് എന്ത്, ഗതികോർജത്തിന്റെ ശരാശരിയാണ് താപനില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് താപനില എന്ന് മനസ്സിലായില്ലേ, അതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താ താപനിലയുടെ കാര്യത്തില്. ഇപ്പോ നമ്മൾ ചൂട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചു അല്ലെ. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചൂടായി തുടങ്ങിയാൽ എന്ത് ചെയ്യും, അതിന്റെ താപനില വർദ്ധിക്കും, താപനില കൂടും അല്ലെ, താപനില കൂടും. അപ്പൊ എന്ത് ചെയ്യുന്നു, ചൂടാക്കിയാൽ താപനില കൂടുന്നുള്ള നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ചൂടാക്കിയാൽ താപനില കൂടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ശാസ്ത്രീയമായി വിവരിക്കാം. ഓക്കെ, അതെങ്ങനെയാ, ഒന്നാമത്തത് പറയാനുള്ളത് ഇതാ, ചൂടാക്കി കഴിഞ്ഞു, ഇങ്ങനെ ചൂടാക്കി. ഓക്കെ, ഇവയെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ഇവയ്ക്ക് ചൂട് നൽകിയാൽ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അവയുടെ ഊർജം വർദ്ധിക്കും, അവയുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലന വേഗത കൂടും അല്ലെ. കൂടുതൽ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും. അപ്പൊ ഇവയുടെ ചലനം അല്ലെങ്കിൽ ചലന വേഗത കൂടാൻ തുടങ്ങും. അപ്പൊ ചലന വേഗത കൂടിയാൽ, കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ കൂടുതൽ ചലനം ഉണ്ടായാൽ എന്തും കൂടും, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജവും വർദ്ധിക്കും അല്ലെ. അപ്പൊ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വർദ്ധിച്ചാൽ എന്ത് വർദ്ധിക്കും, നമ്മളുടെ താപനിലയും വർദ്ധിക്കും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചൂടാകുമ്പോൾ താപനില വർദ്ധിക്കുന്നത്. ചൂടാകുന്നു, അവയുടെ ചലന വേഗത അല്ലെങ്കിൽ ചലനം കൂടുതലാവുന്നു അല്ലെങ്കിൽ മൂവ്മെന്റ് കൂടുതലായി ഉണ്ടാവുന്നു. അപ്പൊ അവയുടെ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പൊ അവയുടെ ടെമ്പറേച്ചർ താപനില വർദ്ധിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിൽ പറയാനുള്ളത്. നമ്മളുടെ ചൂടാക്കുന്ന കാര്യവും അതുവഴി താപനില കൂടുന്നതും പറയാനുള്ളത്. അപ്പൊ എല്ലാത്തിനും പറഞ്ഞു എന്താണ് താപനില എന്ന് പറഞ്ഞു, അത് ചൂടാക്കുന്ന സമയത്തൊക്കെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് എന്താ, മറ്റു മൂന്നെണ്ണത്തിൽ പറഞ്ഞ പോലെ തന്നെ മറ്റു രണ്ടെണ്ണത്തിൽ പറഞ്ഞ പോലെ തന്നെ അവയുടെ യൂണിറ്റ് എന്താന്ന് പറയണം അല്ലെ. യൂണിറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവയുടെ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അത് ഇനി വായിക്കാണ്. ഇനി യൂണിറ്റ് പറയാം. ഓക്കെ, അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാ, മെറ്റീരിയൽ ഒപ്പം വെക്കുക, അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നോട്ട് എഴുതും ചെയ്യുക. ഓക്കെ, നോട്ട് എഴുതാൻ മറക്കരുത്. നോട്ട് നമ്മൾ വരുന്ന സമയത്ത് നോക്കുക എന്തായാലും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ്. അപ്പൊ താപനിലയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെ എന്നാണ് പറയാറ്. കെ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ കെൽവിൻ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കെൽവിൻ എന്നാണ് അതിന്റെ യൂണിറ്റ്. താപനിലയുടെ യൂണിറ്റ് എന്താണ്, കെൽവിൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന യൂണിറ്റ് എന്താ, പക്ഷേ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സാധനമാണ് അല്ലെ. നമ്മൾ ഈ വാർത്തയിലൊക്കെ കാണാറുണ്ട്, അവിടെ അത്ര ഡിഗ്രി 27, ഇവിടെ 35, ചൂട് കൂടുതൽ കുറവ്, ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ മറ്റൊരു യൂണിറ്റ് ഉള്ളത് എന്താണ്, ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയാറ്, അങ്ങനെയാണ് അടയാളപ്പെടുത്തുക. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം. ഓക്കെ, അതാണ് നമുക്ക് പ്രധാനമായും നോക്കേണ്ട ഒരു കാര്യം. എന്താ, ഒന്നാമത്തത്
0 Kelvin is equal to 273 Kelvin is equal to 0 degree. 273 Kelvin is equal to 0 degree. അല്ലെങ്കിൽ 273 കെൽവിൻ ആണ് 0 ഡിഗ്രി സെൽഷ്യസിന് സമം. ഓക്കെ, മനസ്സിലായോ? അതാണ് നമുക്ക് ഇവിടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇത് നമ്മളെ മെറ്റീരിയലിൽ കൊടുത്തില്ല, പക്ഷെ എന്തായാലും ചെയ്യണം, എല്ലാവരും നോട്ടിൽ എഴുതണം. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 27 ഡിഗ്രി അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമ്മളുടെ ഒരു റൂം ടെമ്പറേച്ചർ, സാധാരണ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു താപനില അല്ലെ. അപ്പൊ അത് ഏകദേശം എത്ര കെൽവിൻ ആയിരിക്കും? 273 പ്ലസ് 27, അത്രയും കെൽവിനാണ് എന്ത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അല്ലെ. സോ 300 കെൽവിനാണ് നമ്മളുടെ അന്തരീക്ഷ താപനില എന്ന് പറയുന്നത്, അതായത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ 300 കെൽവിൻ, നമ്മളുടെ അന്തരീക്ഷ താപനില എത്രയാണെന്ന് വെച്ചാൽ 300 കെൽവിൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യയായിട്ടും തോന്നണ്ട, അത് എത്രയുള്ളൂ ശരിക്കും? 27 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കെൽവിനിലേക്കും കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ മാറ്റാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഡിഗ്രി സെൽഷ്യസിനോട് കൂടി 273 കൂട്ടിയാൽ നമുക്ക് കെൽവിൻ കിട്ടും, കെൽവിൻ താപനില കിട്ടും. ഇതെന്തായാലും എല്ലാവരും എഴുതി വെക്കണം. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിനോട് 273 കൂട്ടിയാൽ നമുക്ക് കെൽവിൻ താപനില കിട്ടും. ഓക്കെ, അതങ്ങനെ എഴുതി വെക്കുക, ഈ ഇക്വേഷൻ എഴുതി വെക്കുക. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 സമം കെ. അപ്പൊ 27 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ? 27 പ്ലസ് 273 300 കെൽവിൻ. 30 എത്ര ആയിരിക്കും? 30 പ്ലസ് 273 303 കെൽവിൻ. 300 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിൻ ആയിരിക്കും? 300 പ്ലസ് 273 സമം 573 കെൽവിൻ അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, അപ്പൊ ഇതോടെ താപനിലയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് താപനില എന്ന് പറഞ്ഞു. ഈ താപനില ചൂടാക്കുമ്പോൾ താപനില കൂടുന്നതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അവയുടെ യൂണിറ്റ് 2 യൂണിറ്റ് പറഞ്ഞു, കെൽവിനെ കുറിച്ചും പറഞ്ഞു, ഡിഗ്രി സെൽഷ്യസിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇതോടെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനം. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം കുറച്ച് ഒരു 2-3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്, നല്ലോണം പഠിക്കും. ഓക്കെ.